ഹലോ കൂട്ടുകാരെ, ഇന്നലെ ഇട്ടിരുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഷാഡോ വർക്കും ലൈറ്റ് വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ ഒരു കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനായിട്ട്, അതായത് ഷാഡോ വർക്കും ലൈറ്റ് വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും നമ്മളെപ്പോഴും ആ ഒരു ലൈറ്റിൽ നിൽക്കാൻ എന്താണെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആക്ച്വലി ഷാഡോ വർക്കിൻ്റെ ലൂപ്സ് എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ആ സെയിം പാറ്റേൺ എവിടെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പലപ്പോഴും പല കമൻസായിട്ടോ ഡൗട്ട്സായിട്ടോ ഒക്കെ പല സോൾസും അത്രയും ഇന്നർ വർക്ക് ചെയ്ത് കുറേ വർഷങ്ങളൊക്കെ ആയിക്കഴിഞ്ഞിട്ടും ആൾക്കാർ ചോദിക്കാറുണ്ട്, എനിക്ക് പിന്നെയും പെയിൻ വന്നു, അല്ലെങ്കിൽ എനിക്ക് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ഫിയർ വരുന്നു, അല്ലെങ്കിൽ ഞാൻ ഹീൽ ചെയ്ത കാര്യങ്ങളാണ് പിന്നെയും പാറ്റേൺ ആയിട്ട് ഏതെങ്കിലും ഒരു ട്രിഗർ വരുമ്പോഴത്തേക്ക് എനിക്ക് സർഫേസ് വരുന്നത്, എന്തുകൊണ്ടാണിത് എന്നുള്ള ഒരു ചോദ്യത്തിനും കൂടെ ആയിരിക്കാം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉത്തരം പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഷാഡോ സെൽഫിൻ്റെ ബ്ലോക്കേജസ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് ഇന്നർ വർക്കിൻ്റെ ഒരു ലൂപ്സിൽ സ്റ്റക്ക് ഓൺ ആയിട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനൊരു ചെറിയ ഉദാഹരണത്തോടു കൂടെ തുടങ്ങാൻ തോന്നുന്നു. നമ്മളൊക്കെയും ഹീലിങ്ങിൽ വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് ആലോചിക്കണമെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് അല്ലേ? എപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. പോസിറ്റീവായിട്ട് ആലോചിക്കുമ്പോൾ മാത്രമേ നമുക്ക് കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹയർ വൈബ്രേഷനിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഉള്ളത്. എന്നാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ഹീലിങ്ങിലേക്ക് വരുമ്പോൾ വളരെയധികം ലോവറായിട്ടുള്ള ഒരു വൈബ്രേഷനിലായിരിക്കും. ഇതോ നമ്മുടെ സോൾ എന്ന് പറയുന്നത് ഒരു ഹയർ വൈബ്രേഷണൽ സ്റ്റേറ്റിലാണെങ്കിൽ പോലും നമ്മളുടെ ഓവർ തിങ്കിങ് പാറ്റേൺ കൊണ്ടായിരിക്കാം ജീവിതത്തിൽ അതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള ആ എക്സ്പീരിയൻസുകളെ ലെസൺസ് ആയിട്ട് എടുക്കാണ്ട് നമ്മൾ ആ എക്സ്പീരിയൻസുകളെ പെയിനിൻ്റെ രൂപത്തിൽ ക്യാരി ചെയ്യുമ്പോൾ അത് നമ്മുടെ എനർജറ്റിക് ബോഡി അടക്കം, അതായത് ഫിസിക്കൽ ബോഡിയിൽ, മെൻ്റൽ ബോഡിയിൽ, ഇമോഷണൽ ബോഡിയിൽ, എനർജറ്റിക് ബോഡിയിൽ അടക്കം നമ്മൾ ഈ പെയിനിൻ്റെ നമ്മുടെ ഡി എൻ എ ട്രേസസിൽ ഈ പെയിൻ ക്യാരി ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും പെയിനുള്ള ഒരാൾ, അല്ലെങ്കിൽ ഈ പെയിനിനെ ക്ലിയർ ചെയ്തുകൊണ്ട് വരുന്ന പ്രോസസ്സിലുള്ള ഒരു സോള് അഫ്രമേഷൻസ് മാത്രം പറഞ്ഞ് ഹീൽ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നടക്കില്ല. കാരണം പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഐ എം ഗുഡ്, അല്ലെങ്കിൽ ഓരോ അഫ്രമേഷൻസ് പറയാൻ തുടങ്ങും. അതായത് ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, ഞാൻ ഗുഡാണ്, ഓക്കെ. ഓഫ് കോഴ്സ് ഇതൊക്കെ നമുക്ക് ലോങ് റണ്ണിൽ നമ്മളെ ഹീൽ ചെയ്യാൻ ഒത്തിരി ഹെൽപ്ഫുൾ ആണെങ്കിലും ഈ അഫർമേഷൻസ് പറയുമ്പോഴത്തേക്ക് എപ്പോഴായിരിക്കും നമ്മൾ ഈ അഫർമേഷൻസ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെയിൻ വരുമ്പം, ഏതെങ്കിലും ഒരു ഫിയർ വരുമ്പം, ഏതെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി വരുമ്പം, ഏറ്റവും കൂടുതൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ അബാൻഡ്മെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കും. നമ്മൾ ഒക്കെയും ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഞാൻ ചേസ് ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയില്ല. ആ ഒരു ഓപ്പോസിറ്റിൽ നിൽക്കുന്ന നമ്മുടെ കൗണ്ടർ പാർട്ടിനെ ആയിരിക്കും. അതല്ല, നമ്മളൊരു കാർമിക് റിലേഷൻസിലായിരുന്നു അതിന് മുമ്പ്, അൺഅവേക്കൻഡ് ആയിട്ടിരിക്കുമ്പം പോലും നമ്മൾ ഓവർ ഗിവിങ് ആയിരിക്കും. ആൻഡ് ആ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിൽ നിന്ന് പോകരുതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് ഓവർ ഗിവിങ്ങുമായിട്ട് നമ്മളുടെ ആ ഒരു സെൽഫ് വർത്ത് ഇഷ്യൂസിനെ അങ്ങേയറ്റം താഴെ വരെ കൊണ്ടുപോകും. അത് ഈവൻ നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ പോലും ഇനിഷ്യൽ സ്റ്റേജസിൽ ഒരു ഫെമിനൈൻ എനർജി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ആ ബ്ലോക്സ് കിടക്കുന്നത് കൊണ്ടാണ്. വൺസ് നമ്മൾ ഹീലാവാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ സെൽഫ് വർത്ത് ഇഷ്യൂസൊക്കെ പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഹീൽ ചെയ്യാൻ തുടങ്ങി, ആ പ്രോസസ്സിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം എവിടെയാണ് ആ ഒരു ബോർഡർ വെക്കേണ്ടത്. അത് ഈവൻ നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനോടാണെങ്കിൽ പോലും. സോ ഇവിടെയാണ് നമ്മളുടെ ആ ഒരു പവറിലേക്ക് വരുന്നത്, അതായത് നമ്മുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത്തിലേക്ക് വരുന്നത്. എന്നാൽ ഇവിടം വരെ വരണമെങ്കിൽ നമ്മൾ നമ്മുടെ ഷാഡോ സെൽഫിനെ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഷാഡോ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫീലിങ്സിലൂടെ നമുക്ക് വരുന്ന പെയിനിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു പെയിനിലൂടെ വന്ന ലെസണിനെ മാത്രം നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യത്തെ
അതൊരു മെമ്മറി ആയിരിക്കും. ഒരിക്കലും നമുക്കത് നമ്മുടെ മൈൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു കാര്യവും. ഇപ്പം മറന്നു പോകാമെന്നൊക്കെ പറയുന്നത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പ്രോബബ്ലി നമ്മൾ മറന്നു പോകുമായിരിക്കും. പക്ഷേ നമ്മൾ ഒരു കാര്യത്തെയും മറന്നു പോവുക എന്നുള്ളതല്ല ഹീലിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സംഭവത്തിൽ നിന്നും നമ്മൾ പഠിക്കാനുണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മളവിടെ എക്സ്പ്രസ് ചെയ്യാത്ത നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് അവിടെ ഹീലിംഗ് കൊടുത്തുകൊണ്ട് ആ ഒരു നമ്മുടെ ലോവർ വെർഷനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എഗെയിൻ എടുത്തു പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ഒരു നെഗറ്റീവ് തോട്ട് പാറ്റേണിൽ നിന്നും, അതായത് ഒരു ലോവർ വൈബ്രേഷനിൽ നിന്നും ഒറ്റയടിക്ക് ഒരു ഹയസ്റ്റ് വൈബ്രേഷനിലേക്ക് വരുന്നില്ല. ഇടയ്ക്കൊരു ന്യൂട്രൽ എനർജി നമ്മളിലുണ്ട്. അതായത് നെഗറ്റീവ് തിങ്കിങ് ആയിരുന്നു, ന്യൂട്രൽ തിങ്കിങ് ആയി, പോസിറ്റീവ് തിങ്കിങ് ആയി. അപ്പോൾ ഇത് ഒരു പ്രോസസ്സായിട്ടാണ് വരുന്നത്. ഇത് സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ് ഞാൻ പറയുന്നത്. ഈ നെഗറ്റീവ് തിങ്കിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും സപ്രസ് ചെയ്യാനായിട്ട് അയ്യോ ഞാനിങ്ങനെ ആലോചിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പോസിറ്റീവ് അഫർമേഷൻസ് അവിടേക്ക് കൊടുക്കാൻ തുടങ്ങും. ഇവിടെ ആക്ച്വലി മനസ്സിലാക്കേണ്ടത്, എക്സാമ്പിൾ ഇന്നിപ്പം ഒരു കൗൺസിലിങ്ങിൽ പറഞ്ഞ പോലെ, നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ ഡസ്റ്റ് ഉണ്ട്. ഈ ഡസ്റ്റ് അങ്ങനെ വെച്ചിട്ട് നമ്മളവിടെ ഡെക്കറേറ്റ് ചെയ്യുമ്പം ആ ഡെക്കറേഷൻ്റെ ഭംഗി വരില്ല അല്ലേ. അറ്റ് ദ സെയിം ടൈം ആ ഡസ്റ്റിനെയൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അവിടെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ റൂമിനെ പിന്നെയും റീയൂസബിൾ ആക്കുമ്പോഴാണ് ആ റൂമിൻ്റെ ഒരു വർത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദ സെയിം വേ നമ്മൾ ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു ഹ്യൂമൻ ബോഡിയിലൂടെ അല്ലെങ്കിൽ പല ഇൻകാർണേഷൻസിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ഷാഡോ സെൽഫിനെ നമ്മൾക്ക് ഫേസ് ചെയ്തുകൊണ്ട് തന്നെ ന്യൂട്രൽ എനർജിയിൽ നിന്നുകൊണ്ട് നമുക്ക് പോസിറ്റീവ് എനർജിയിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണമെന്നുള്ളത് കറക്റ്റായ കാര്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഷാഡോ സെൽഫ് സർഫേസിൽ വരുമ്പോൾ അതിനെയും ഫേസ് ചെയ്യുക, അതിനെയും ഹീൽ ചെയ്യുക. ആൻഡ് ഈ ന്യൂട്രൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഒബ്സർവർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ലൈഫിൻ്റെ. അതായത് ഈ പോസിറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മളുടെ ഉള്ളിൽ നിന്ന്, ഇന്നർ വോയിസിൽ നിന്നും വരുമ്പോൾ അതിന് താങ്ക്ഫുള്ളായിട്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക യൂണിവേഴ്സിനോട്. നമ്മുടെ ഉള്ളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് പാറ്റേൺ വരുമ്പോൾ ഓക്കെ, ഇതിൻ്റെ അൺഹീൽഡ് ആയിട്ടുള്ള ലോവർ സെൽഫാണ്, ഇതിനെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യണം, സോ ദാറ്റ് എൻ്റെ ഇന്നർ ലൈറ്റിലേക്ക് എനിക്ക് വരാൻ പറ്റും. കാരണം ഈ ഒരു ഇന്നർ ലൈറ്റാണ് നമ്മൾ ലൈറ്റ് വർക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ ഇരുട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇരുട്ടിനെ, നമ്മുടെ ഉള്ള പേടികളെ, ആ ഉള്ള ഇൻസെക്യൂരിറ്റീസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, അതേപടി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ലൈറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇതാണ് ലൈറ്റ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി. അപ്പോൾ ഈ ലൈറ്റ്, അപ്പോൾ എല്ലാവരും സോൾ പർപ്പസ് എന്താണ് ചോദിക്കുന്നവരോട് എൻ്റെ സോൾ പർപ്പസ് എന്താണെന്ന്, ആദ്യത്തെ സോൾ പർപ്പസ് നമ്മൾ പല ജന്മങ്ങളായിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ ഗോ ത്രൂ ആവുകയാണ്. അത് നമ്മുടെ ഹീലിംഗ് തന്നെയാണ്. ഈ ഹീലായി നമ്മൾ ആ ലൈറ്റിലേക്ക്, നമ്മളുടെ ഉള്ളിലെ ആ ലൈറ്റിനെ അത്രയും ഒരു ഹയസ്റ്റ് പീക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യാലിറ്റിയിലേക്ക് വരുമ്പോൾ ഈ ലൈറ്റ് തന്നെയാണ് നമ്മുടെ പ്രസൻസിലൂടെ പോലും മറ്റു കാര്യങ്ങളെ മാഗ്നറ്റൈസ് ചെയ്യുന്നത്. ഇവിടെയാണ് മാനിഫെസ്റ്റേഷൻ എക്സാക്ട്ലി നടക്കുന്നത്. അപ്പോൾ ഈ ഷാഡോ സെൽഫിൻ്റെയും, അതായത് നെഗറ്റീവ് തിങ്കിങ് പാറ്റേണിൻ്റെയും പോസിറ്റീവ് തിങ്കിങ് പാറ്റേണിൻ്റെ ഇടയ്ക്കുള്ള ഒരു ന്യൂട്രൽ ആസ്പെക്റ്റിൽ വരുമ്പോൾ തൊട്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻസ് പോസിബിലിറ്റിയിൽ വരും, അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക്, നമ്മുടെ തേർഡ് ഡയമെൻഷൻ റിയാലിറ്റി എന്ന് പറയും നമ്മൾ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഇനിയൊരു കാര്യം പറയാനുള്ളത്, ലൈഫ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മളൊരു സോളാണ്. ഈ സോളിൻ്റെ ടെമ്പിൾ എന്ന് പറയുന്നത് ബോഡിയാണ്. അതായത് നമ്മൾ ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു ഹ്യൂമൻ ബോഡിയിലാണ്. ഇതെന്തിനാണ്? ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള ലൈഫിൻ്റെ എല്ലാ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. പലപ്പോഴും ഇവിടെ ഇനിയൊരു ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടെ പറഞ്ഞു തരികയാണ്. ഒത്തിരി ചോദ്യങ്ങൾ വരാറുണ്ട്. ഞാൻ ഒത്തിരി നാളായിട്ട് ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്കങ്ങ് മടുത്തു, ഇത് ചെയ്ത് മടുത്ത്, എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇന്നർ വർക്കിനെ നമ്മൾ ഒരു ഇഷ്ടത്തോടെയല്ല ചെയ്യുന്നത്, കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. കാരണം ഇത് ചെയ്യണം, ഞാൻ രാവിലെ എഴുന്നേൽക്കണോ, എൻ്റെ ദൈവമേ ഇത് ചെയ്യണം എന്നുള്ള
ഒരു ബേർഡനോട് നമ്മൾ ഈ കാര്യങ്ങളെ എടുക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അതേസമയം ഇന്നർ വർക്ക് എന്ന് പറയുന്നത് എൻ്റെ ഗ്രോത്തിന് വേണ്ടിയാണ്, എൻ്റെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത്ര ബേർഡൻ വരുന്നില്ല. ആൻഡ് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ കുറേ ഇന്നർ വർക്ക് നമ്മൾ ട്വിൻ ഫ്ലെയിം വരാനൊക്കെ ആയിട്ട് ആദ്യം ചെയ്യും. കുറേ ഏകദേശം ഒരു 50% ഒക്കെ ഹീലാവുന്നിടം വരെ ഇവർ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലൊക്കെ നമ്മൾ ചെയ്ത് കുറേ നാൾ കഴിയുമ്പം കൗണ്ടർ പാർട്ടിൽ നിന്നും ഒരു അനക്കമൊന്നും കാണാത്തപ്പം നമ്മൾ പിന്നെ അവിടെ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ ഡിലേ വരുന്നതുകൊണ്ട്, ഡിനയൽ വരുന്നതുകൊണ്ട് നമുക്കവിടെ ഫ്രസ്ട്രേഷൻ വരും തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നർ വർക്ക് ചെയ്യുമ്പം നമ്മൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ചെയ്യേണ്ടത്. രണ്ടാമത്തേത്, ഇതിനെയും ഇന്നർ വർക്കിനെയും എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുക. എൻജോയ് ചെയ്തുകൊണ്ടെന്ന് ഇപ്പോൾ പറയുമ്പോൾ അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുക എന്നവരോട് തീർച്ചയായിട്ടും. കാരണം ഇതാണ് നമ്മുടെ ലൈഫ്, നമ്മൾ ചൂസ് ചെയ്ത ലൈഫ്. അതായത് സോൾ ഇൻകാർണേറ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ ചൂസ് ചെയ്ത ലൈഫാണിത്. ആൻഡ് ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ഇന്നർ പീസ് വേറെ എവിടെ നിന്നും കിട്ടത്തുമില്ല. അപ്പോൾ പിന്നെ ആ ഒരു കാര്യത്തെ നമ്മൾ ചൂസ് ചെയ്യുക ഹാപ്പിലി. ആൻഡ് 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എൻജോയ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഇന്നർ വർക്കിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ 3D ഓറിയൻറ്റഡ് ആയിട്ട് മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ഒരു ആൾക്കൂട്ടത്തിൽ പോയിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലായിരിക്കാം. മേ ബി ഒരു മൂവി കാണാൻ പറ്റാത്ത ഹൈലി എമ്പത്തറ്റിക് ആയിട്ടുള്ള സോൾസിനെ അറിയാം. റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാൻ, അങ്ങനെയൊന്നും അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് ഹാപ്പിലി എനിക്ക് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്യുക. അത് ഈവൻ ചെറിയൊരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം. അതായിരിക്കും നമ്മുടെ ആ സോളിൻ്റെ ആ ഒരു അലൈൻമെൻറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഇത് തൊട്ട് മേ ബി ആ ഒരു സമയത്ത് വെറുതെ വെളിയിലിരുന്ന് പക്ഷികളെ ഒക്കെ കാണുക, ആകാശം നോക്കുക എന്നൊക്കെ ഉള്ളതും അത്രയ്ക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമായിരിക്കാം. ഇവിടെ പലപ്പോഴും നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്. അയ്യോ വെറുതെ അങ്ങനെ ഇരുന്നാൽ സമയം പോകുന്നുണ്ടല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. അത് നിങ്ങളുടെ ഇന്നർ വർക്കിൻ്റെ തന്നെ ഭാഗമാണ്. നിങ്ങളുടെ ഇന്നർ സെൽഫിലേക്ക് കണക്റ്റ് ആവാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ ലൈറ്റിലേക്ക് കണക്റ്റ് ആവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈമാണത്. ആ ഒരു ബീയിങ്ങിലേക്ക്, അതായത് ഡൂയിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ചെയ്യുക എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലാതെ ആ ഒരു നേച്ചറിൻ്റെ ഫ്ലോ, യൂണിവേഴ്സൽ ഫ്ലോയിലേക്ക് നമുക്ക് കണക്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുഞ്ഞു 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 കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നർ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഒരിക്കലും ബേർഡനായിട്ട് എടുക്കാണ്ടിരിക്കുക. ഷാഡോ സെൽഫ് ആണെന്ന് പറഞ്ഞ് അതിനെ സപ്രസ് ചെയ്തിട്ട് ഞാൻ ലൈറ്റിൽ മാത്രം നിൽക്കേണ്ട ആളാണെന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും അഫർമേഷൻസ് കൊടുത്തുകൊണ്ട് ഉള്ളിലെ ഡാർക്ക്നെസ്സിനെ നോക്കാണ്ട് ഇരിക്കാതിരിക്കുക. പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കുക. കാരണം ഹ്യൂമൻ ബർത്ത് എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു ബോഡിയിലേക്ക് വന്നിരിക്കുന്നത്. സോ ആ ഒരു ജോയ്ഫുൾ മൊമെൻറ്റ്സിനെ, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായിക്കോട്ടെ, അതിനെ അഡ്രസ്സ് ചെയ്യുക, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പേ ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നാച്ചുറലി ആ ഒരു ഫ്ലോയിൽ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഷാഡോ സെൽഫിനെ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ഉള്ള ലൂപ്സിനെ കുറിച്ച് എനിക്ക് മനസ്സിലായത്. അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞു തരാനുള്ളത്. ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിനായിട്ട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കണക്റ്റ് ആവാവുന്നതാണ്. ഇതല്ലാതെ ഒക്ടോബർ 10 തൊട്ട് ആകാശിക് റെക്കോർഡ്സിൻ്റെ ഫസ്റ്റ് ലെവൽ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതിൽ ജോയിൻ ആവാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സോൾസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.